بالله من الشيطان الرجيم يهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. صدق الله مولانا العلي العظيم. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحدي. الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا. ഏറ്റവും ആദരണീയരായ സാദാത്യങ്ങൾ, ഉലമാക്കൾ, ബഹുമാന്യരായ ഉമറാക്കൾ, സ്നേഹനിധികളായ മുതഅല്ലിമീങ്ങൾ, പണ്ഡിതന്മാർ, ബഹുമാന്യരായ അഹ്ലുസുന്ന വൽ ജമാഅയുടെ സംഘടനാ നേതാക്കൾ, പ്രവർത്തകർ, നാട്ടുകാരെ, അല്ലാഹു നമ്മയെല്ലാം അവനെ ഭയപ്പെട്ടും വഴിപ്പെട്ടും ജീവിക്കുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞങ്ങളുടെ ഈ സമ്മേളനം ശ്രദ്ധിക്കുകയും സന്തോഷത്തോടെ ഈ ടൗണിൻ്റെ മധ്യത്തിൽ ഇതിന് സൗകര്യമൊരുക്കുമ്പോൾ സഹകരിക്കുകയും ചെയ്ത സഹോദര സമുദായത്തിലെ മുഴുവൻ ആളുകൾക്കും ഈ പ്രസ്ഥാനത്തിൻ്റെയും ഇസ്ലാം ദീനിൻ്റെയും മാണി ദാറുൽ ഇർഷാദിൻ്റെയും ഹൃദയം നിറഞ്ഞ സന്തോഷവും നന്ദിയും അറിയിച്ചുകൊണ്ട് കഴിഞ്ഞ പ്രസംഗങ്ങളിലെല്ലാം വളരെ നല്ല ഉപദേശങ്ങളും സമ്മേളനത്തിൻ്റെ വിജയത്തിന് നല്ല നിർദ്ദേശങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. താജുൽ ഉലമയുടെ ശിഷ്യത്വം സ്വീകരിച്ച് അവിടുത്തെ തർബിയത്ത് ലഭിച്ച പണ്ഡിതന്മാരും സയ്യിദന്മാരുമാണ് ഇപ്പോൾ കേരളത്തിലും കർണാടകത്തിലും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് നേതൃത്വം നൽകുന്നത്. ഇവിടെ ഈ സമ്മേളനത്തിൽ നമ്മോട് സംസാരിച്ച ബേക്കൽ ഉസ്താദ്, ഇപ്പോൾ ഇതിന്റെ സ്റ്റേജിൽ ഇരിക്കുന്ന മാണി ഉസ്താദ്, അബ്ബാസ് ഉസ്താദ്, അങ്ങനെ ഈ ഭാഗത്ത് ഇന്ന് നമുക്ക് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാർ, അള്ളാഹു അവർക്കൊക്കെ ദീർഘായുസ് നൽകുമാറാവട്ടെ. അതേപോലെ ഈ ഭാഗത്തെല്ലാം നേതൃത്വം നൽകുന്ന ഒട്ടേറെ സയ്യിദന്മാരുണ്ട്. പൊസോട്ട് തങ്ങളും കുമ്പോൽ തങ്ങളും ഖുറാ തങ്ങളും ഒക്കെ അടക്കമുള്ള ഒട്ടേറെ സയ്യിദന്മാർ. അപ്പോൾ ഒരു ഭാഗത്ത് സാദാത്യങ്ങൾ, ഒരു ഭാഗത്ത് ഉലമാക്കൾ. ഞാൻ ഈ നിൽക്കുന്ന സ്റ്റേജിൽ നിന്നുകൊണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ ഒരു വിധി താജുൽ ഉലമ പറഞ്ഞതായി നിങ്ങളോട് കേൾപ്പിച്ചാൽ, താജുൽ ഉലമ അവരുടെ ഉപ്പാപ്പ, അവരുടെ ഉപ്പാപ്പ, അവരുടെ ഉപ്പാപ്പ, അവരുടെ ഉപ്പാപ്പ, അവരുടെ ഉപ്പാപ്പ, 36ാമത്തെ ഉപ്പാപ്പ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഞാൻ നിങ്ങളോട് എം.എ. ഉസ്താദോ താജുൽ ഉലമയോ കാന്തപുരം ഉസ്താദോ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദോ പഠിപ്പിച്ച ഒരു മസ്അല ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ, ഞങ്ങളെ പഠിപ്പിച്ച ഉസ്താദ് താജുൽ ഉലമ അല്ലെങ്കിൽ എം.എ. ഉസ്താദ് അല്ലെങ്കിൽ സുൽത്താനുൽ ഉലമ, അവരുടെ ഉസ്താദ്, അവരുടെ ഉസ്താദ്, അവരുടെ ഉസ്താദ്, അവരുടെ ഉസ്താദ്, അവരുടെ ഉസ്താദ്, അവരുടെ ഉസ്താദ്, 49ാമത്തെ ഉസ്താദ് മുഹമ്മദുർ റസൂലുള്ളാഹി, 50 സയ്യിദുനാ ജിബ്രീൽ, പിന്നെ അല്ലാഹു ജല്ല ജലാലുഹു. ഇസ്ലാം എന്നതിന്റെ അടിത്തറയാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. നമ്മളൊക്കെ
മധുരത്തോടു കൂടെ കഴിക്കുന്ന ഒരു പഴമാണ് മാമ്പഴം. മാമ്പഴം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവൂലേ? മാങ്ങ എന്ന് പറയാം അല്ലേ? മാങ്ങ എല്ലാവർക്കും അറിയില്ലേ? മാങ്ങ പൊളിച്ചു ചെന്നാൽ ഉള്ളിലൊരു തടിയുള്ള സാധനം ഉണ്ടാവും. അതിനെന്താ പറയാ? അണ്ടി എന്നാണ് കേരളത്തിൽ പറയാം. നിങ്ങളോ? അപ്പൊ മാങ്ങി അറിയാം, അണ്ടി അറിയാം. ഓക്കെ, ഇനി ഞാൻ പറയാം. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും രുചികരമായി കഴിക്കാൻ പറ്റിയ ഒരു പഴമാണ് മാങ്ങ, അല്ലേ? അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആരും മിണ്ടുന്നില്ല, ഒക്കെ ഇങ്ങനെ തല ആട്ടുന്നേ ഉള്ളൂ. എന്തുകൊണ്ട്? വായിൽ മുഴുവൻ വെള്ളം നിറഞ്ഞു പോയില്ലേ. അപ്പോ അത്ര രുചികരമായ സാധനമാണ് മാങ്ങ. ആ മാങ്ങ നമ്മളൊക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷെ അല്ലാഹു ആകുന്ന ഉടമസ്ഥൻ ആ മാങ്ങ തന്നപ്പോൾ അതിൽ വെച്ചിരിക്കുന്ന ഒരു രീതി എങ്ങനെയാണ്? മധുരമായി മാങ്ങ കഴിച്ചു. അത് കഴിച്ചു കഴിയുമ്പോൾ അതിന്റെ ഒരു അണ്ടി നമ്മുടെ കയ്യിൽ കിട്ടും, അല്ലേ? എന്തിനാണ് ഈ അണ്ടി അതിന്റെ ഉള്ളിൽ വെച്ചത്? ഇന്ന് നിങ്ങൾ മാങ്ങ കഴിച്ചു, നാളെ ഈ രുചികരമായ പഴം നമ്മുടെ മക്കൾക്ക് കിട്ടണം, നമ്മുടെ മക്കളെ മക്കൾക്ക് കിട്ടണം, അതിനടുത്ത മക്കൾക്ക് കിട്ടണം. ഇന്ന് നിങ്ങൾക്ക് മാങ്ങ കിട്ടിയത് എങ്ങനെയാണ്? നിങ്ങൾ ഉണ്ടാക്കിയ മാവിൽ നിന്നല്ല, നിങ്ങളുടെ വാപ്പ ഉണ്ടാക്കിയ മാവിൽ നിന്നാണ്. അപ്പൊ പഴമക്കാരെന്താ ചെയ്തത്? താജുൽ ഉലമ ഒരു മാങ്ങ കഴിച്ച് അതിന്റെ അണ്ടി അവിടെ കുഴിച്ചിട്ടു. എം എ ഉസ്താദ് ഒരു മാങ്ങ കഴിച്ച് അതിന്റെ അണ്ടി അവിടെ നട്ടുപിടിപ്പിച്ചു. മാണി ഉസ്താദ് അദ്ദേഹം ഒരു മാങ്ങ കഴിച്ചിട്ട് ഇപ്പൊ അതിന്റെ അണ്ടി അവിടെ വെച്ച് പിടിപ്പിച്ച് 25 വർഷമായി. നമ്മുടെ അബ്ബാസ് ഉസ്താദ് കഴിച്ച മാങ്ങയുടെ അണ്ടി അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട്. അത് മുളച്ച് വലുതായി. എത്ര വർഷമായി എന്ന് എനിക്കറിയില്ല. 20 വർഷമായി. നമ്മളൊക്കെ മാങ്ങ കഴിച്ചിട്ട് എന്ത് ചെയ്തു? കഴിച്ചു കഴിഞ്ഞിട്ട് ബിസ്മില്ല. ആലിമീങ്ങളും നമ്മളും തമ്മിലുള്ള വ്യത്യാസം, മഹാന്മാരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ മാങ്ങ കഴിച്ചിട്ടുണ്ട്. എത്ര എണ്ണം കഴിച്ചു? 1 ആണോ 2 ആണോ 10 ആണോ? എത്ര മാങ്ങ കഴിച്ചു? നമ്മൾ കഴിച്ചിരിക്കുന്ന മാങ്ങക്കും നല്ല ഒരു വിത്തുണ്ട്, അതിന്റെ അണ്ടി എന്ന് പറഞ്ഞ നല്ലൊരു വിത്തുണ്ട്. പക്ഷെ നമ്മളാരും ആ കഴിച്ച മാങ്ങയുടെ രുചി ആസ്വദിച്ച് നമ്മൾ ആ അണ്ടി ഉപേക്ഷിച്ചു, നമ്മളത് കുഴിച്ചിട്ടിട്ടില്ല. അപ്പോ നാളെയെപ്പറ്റി അഥവാ നമ്മുടെ മക്കളെയോ മക്കളെ മക്കളെയോ പറ്റി ഓർക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. നമുക്ക് കിട്ടിയത് ബിസ്മില്ല, നാളെ എന്തോ ആവട്ടെ. അതേ സമയത്ത് അള്ളാഹുവിന്റെ ഔലിയാക്കൾ, അള്ളാഹുവിന്റെ ആരിഫീങ്ങൾ, അള്ളാഹുവിന്റെ സയ്യിദന്മാരായ മഹാന്മാർ, അവര് അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ്. അമ്പിയാക്കൾ എന്ന് പറയുമ്പോൾ നബിയുല്ലാഹി ആദം, ഖലീലുല്ലാഹി നബി ഇബ്രാഹിം, കലീമുല്ലാഹി മൂസ, റൂഹുല്ലാഹി ഈസ, അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള അമ്പിയാക്കൾക്ക് 2 പദവിയുണ്ട്. അവർ ഉലമാക്കളും ആണ്, ഉമറാക്കളും ആണ്. ഫത്വ പറയാനും അവർക്ക് അധികാരമുണ്ട്, അത് നടപ്പാക്കാനും അവർക്ക് അധികാരമുണ്ട്. അവർക്ക് മുഷാവറ ചേർന്ന് പാസാക്കേണ്ട ആവശ്യമില്ല, അവർക്ക് ഉമറാക്കളോട് ചോദിക്കേണ്ട ആവശ്യമില്ല, അവർക്ക് കമ്മിറ്റി ചേരേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? അവർ ഡയറക്റ്റ് അള്ളാഹുവിൽ നിന്ന് സ്വീകരിക്കുന്നവരാണ്. അപ്പോ അമ്പിയാക്കൾ എന്ന് പറയുന്നത് ഉലമാക്കളുമാണ്, ഉമറാക്കളും ആണ്. മൂസാ നബി അലൈഹിസ്സലാം ഉലമാഉമാണ്, ഉമറാഉമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉലമാഉമാണ്, ഉമറാഉമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശരീരം ഒരു സാമ്രാജ്യമാണ്, നമ്മുടെ ശരീരം ഒരു ലോകമാണ്. ആ ലോകത്ത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് മനുഷ്യ ശരീരം, അത് ഒരു ലോകമാണ്. വണ്ടിയിൽ ഒരു പുസ്തകം ഉണ്ടാവും. അപ്പോ നമ്മുടെ മനുഷ്യ ശരീരം, ഒരാൾ പോയാൽ മതി, നിങ്ങളെല്ലാരും കൂടി നോക്കണമെന്നില്ല. വണ്ടിയിൽ ഒരു പുസ്തകമുണ്ട്, അതങ്ങോട്ട് എടുക്കാൻ. അപ്പോ നമ്മുടെ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് ഒരു ലോകമാണ്. ആ ലോകം നമ്മുടെ കാല് മുതൽ മൂർധാവ് വരെ വരുമ്പോൾ മനുഷ്യ ശരീരം ഒരു സാമ്രാജ്യമാണ്. അതിന്റെ വലിപ്പം നിങ്ങൾക്കറിയുമോ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ഹൃദയം, നമുക്ക് അല്ലാഹു തആല നൽകിയിരിക്കുന്ന ഹൃദയം, ആ ഹൃദയത്തിന്റെ വലിപ്പം എത്രയാണ്? ഞാനൊരു ഉദാഹരണം പറയാം. ഈ ടൗണിന്റെ പേര് ദേർലക്കട്ട എന്നാണ്. ദേർലക്കട്ടയിലേക്ക് ഇങ്ങോട്ട് കടക്കുമ്പോൾ കുറച്ചപ്പുറത്ത് കണ്ടു ഏനപ്പോയ മെഡിക്കൽ കോളേജ്, ഡെന്റൽ കോളേജ്, യൂണിവേഴ്സിറ്റി എല്ലാം കണ്ടു. നിങ്ങൾ കണ്ടില്ലേ? കണ്ടു. അത് നിങ്ങളുടെ മനസ്സിൽ വെച്ചോ?
വെച്ചു. ഇനി ടൗണിലേക്ക് വരും. ആ ടൗണിൽ ഇങ്ങനെ യാത്ര ചെയ്തു വരുമ്പോൾ ഈ ടൗണിൽ കണ്ട കെട്ടിടങ്ങളെല്ലാം നിങ്ങളെ മനസ്സിൽ വെച്ചു. മനസ്സ് തീർന്നോ? ഇനി സ്ഥലം ബാക്കിയുണ്ടോ? അപ്പൊ നമ്മുടെ മനസ്സാണോ വലുത്? ഈ യൂണിവേഴ്സിറ്റി ആണോ വലുത്? ഈ ദേർലക്കട്ട ടൗൺ ആണോ വലുത്? ഇനി നിങ്ങളെ ഹൃദയത്തിൽ ബാക്കി സ്ഥലം ഉണ്ടെങ്കിൽ ഇതാ നമ്മളെ കണിച്ചൂര് മോണുഹാജി, അദ്ദേഹത്തിന്റെ വീട്, അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങൾ, ഇതെല്ലാം ഇവിടെ. ഇനി നമുക്കിവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ ഉള്ളാൾ ദർഗാ ഷരീഫും ബാക്കിയെല്ലാം. നിങ്ങളെ മനസ്സ് ഇനി സ്ഥലമുണ്ടോ? ഉണ്ടെങ്കിൽ മംഗലാപുരത്തേക്ക് പോകും. മംഗലാപുരം ടൗണ്, ആ ടൗണിലേക്ക് അങ്ങോട്ട് എത്തുമ്പോൾ വലഭാഗത്ത് തുടക്കത്തിൽ നമ്മുടെ പള്ളിയുണ്ട്. എന്താണ് അങ്ങോട്ട് പറയുന്നത്? പമ്പയിൽ പള്ളി എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ കെട്ടിടമാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ സ്ഥലമുണ്ടോ വെക്കാൻ? എന്നാ വെച്ചോളൂ. അതിന് അടുത്തേക്ക് കിടക്കാം. റെയിൽവേ സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷൻ, അവിടെ ഒരു വലിയ മക്കാമ്, അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് മംഗലാപുരം ടൗൺ. എത്ര വലിയ സ്ഥലമാണ് മംഗലാപുരം ടൗണ്! ആ ടൗണ് മുഴുവനും നമ്മുടെ ഹൃദയത്തിൽ വെച്ചോ. ഇനി ബാക്കി സ്ഥലമുണ്ടോ? ഇല്ല. ഇല്ലെങ്കിൽ ഇവിടെ തന്നെ ഇരുന്നോളി. ഉണ്ടോ? ഉണ്ടെങ്കിൽ പോകാൻ നമുക്ക്. ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ്, അള്ളാഹു ദീർഘായുസ് നൽകുമാറാവും, അള്ളാഹു ആഫിയത്ത് നൽകുമാറാവും. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് നമ്മുടെ കർണാടക യാത്ര തുടങ്ങിയപ്പോൾ അത് ആരംഭിച്ചത് ഗുൽബർഗ് ഷരീഫിൽ നിന്നാണ്. ഗുൽബർഗ് ഷരീഫിൽ നിന്ന് അങ്ങനെ വന്ന് ആ യാത്ര അത് ബാംഗ്ലൂരിലെത്തി, മൈസൂരിലെത്തി, മംഗലാപുരത്തേക്ക് എത്തുമ്പോൾ 3000 കിലോമീറ്റർ, 19 സ്വീകരണ സ്ഥലങ്ങൾ. അത് മുഴുവനും നിങ്ങളൊന്ന് കണ്ണോടിച്ചു നോക്കാം. 3000 കിലോമീറ്റർ നിങ്ങളുടെ ഹൃദയത്തിൽ ഇനി സ്ഥലമുണ്ടോ? ഉണ്ടോ? ഇല്ലേ? ഇനിയും സ്ഥലം ബാക്കിയാണ്. ഇനിയും സ്ഥലം ബാക്കിയാണ്. ശരി, നമുക്ക് മംഗലാപുരം എയർപോർട്ടിൽ നിന്ന് ഒന്ന് വിമാനം കയറാം. പോകട്ടെ, വിമാനത്തിൽ പിന്നെ കയറാം. നമുക്ക് മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒന്ന് കോഴിക്കോട്ടേക്ക് യാത്ര ചെയ്യാം. അങ്ങനെ കോഴിക്കോട് പോകുമ്പോൾ കാസർഗോഡ് അല്ലേ, അടുത്ത് കാണുമ്പോൾ കാഞ്ഞങ്ങാട്, അടുത്ത് കാണുമ്പോൾ നീലേശ്വരം, അടുത്ത് കാണുമ്പോൾ ചെറുവത്തൂര്, അവിടെ നിന്ന് കഴിയുമ്പോൾ പയ്യന്നൂര്, അവിടെ നിന്ന് കഴിയുമ്പോൾ തളിപ്പറമ്പ്, കണ്ണൂര്, അങ്ങനെ പോയി കോഴിക്കോടെത്തി. നിങ്ങളെ ഹൃദയത്തിൽ ഇനി സ്ഥലമുണ്ടോ? ഇല്ലേ? കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ല. എങ്കിൽ പിന്നെ കോഴിക്കോട് വലിയ ബസ് സ്റ്റാൻഡ്, KSRTC ബസ് സ്റ്റാൻഡ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, ആ 2 ബസ് സ്റ്റാൻഡിനെയും വെല്ലുവിളിക്കുന്ന രീതിയിൽ മർക്കസ് കോംപ്ലക്സ്. അല്ലാഹു റബ്ബി. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കണ്ടപ്പോൾ നമുക്ക് തോന്നി അതാണ് വലുത്. അത് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ അവിടെ റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് കാണാം, കേന്ദ്ര സർക്കാരിന്റെ. അത് കണ്ടപ്പോൾ നമുക്ക് തോന്നി അതാണ് വലുത്. അത് രണ്ടും കഴിഞ്ഞപ്പോൾ മർക്കസിലേക്കാണ് എത്തിയപ്പോൾ മർക്കസിന്റെ സക്കാത്ത് കൊടുക്കാൻ തകയില്ല. ഇതൊന്നും അത്ര വലുതാണ് മർക്കസ്. യാ റബ്ബ്, 20,000 കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനം, 20,000 മക്കൾ പഠിക്കുന്ന സ്ഥാപനം. നിങ്ങളെ ഹൃദയത്തിൽ ഇനി സ്ഥലമുണ്ടോ? ഉണ്ടോ? ഇപ്പോ നമ്മൾ ആരാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? യബ്ന ആദം അൻത അഅജബു മിമ്മാ അഅജബക, യബ്ന ആദം അൻത അഅജബു മിമ്മാ അഅജബക. ഓ മനുഷ്യ സഹോദരങ്ങളെ, ആരെല്ലാം നിങ്ങൾ അത്ഭുതപ്പെടുത്തിയാലും അതിനേക്കാൾ എല്ലാം അത്ഭുതകരമായ സൃഷ്ടി മനുഷ്യരായ നാമാണ്. യബ്ന ആദം, ആദം സന്തതികളെ, ആരെല്ലാം നിങ്ങൾ അത്ഭുതപ്പെടുത്തിയാലും. ലോകത്ത് ഏത് കമ്പ്യൂട്ടർ, ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ സ്ഥിതി? ഒരു ഹൈപ്പർ കമ്പ്യൂട്ടർ. നമ്മൾ വിലപിടിപ്പുള്ള ഒരു കമ്പ്യൂട്ടർ വാങ്ങിയിട്ട് വെറുതെ അവിടെ വെച്ചാൽ കമ്പ്യൂട്ടറിൽ നിന്ന് വിവരം കിട്ടൂല. പിന്നെ പുറത്തു നിന്നുള്ള വിവരങ്ങളെല്ലാം കമ്പ്യൂട്ടറിനകത്തേക്ക് അങ്ങോട്ട് കൊടുത്തിരിക്കണം. ഇൻപുട്ടിംഗ് യൂണിറ്റ്. ആ ഇൻപുട്ടിംഗ് യൂണിറ്റിൽ കമ്പ്യൂട്ടറിലേക്ക് കൊടുത്തിരിക്കുന്ന ആശയങ്ങളെല്ലാം ആവശ്യമാകുന്ന സമയത്ത് തിരിച്ച് ഇങ്ങോട്ട് ഔട്ട്പുട്ടിംഗ് യൂണിറ്റ്. ഇത് രണ്ടിന്റെയും ഇടയ്ക്ക് നാം കൊടുത്തിരിക്കുന്ന ആശയങ്ങളെ അതിനകത്ത് നടക്കുന്ന ഒരു പ്രക്രിയയുണ്ട്, പ്രോസസ്സിംഗ്. ആ പ്രോസസ്സിംഗ് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആൻ അതിലേക്ക് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ന് ഇർഷാദിയ സ്ഥാപനത്തിന്റെ മാണി ദാറുൽ ഇർഷാദിന്റെ സമ്മേളനത്തിന് വേണ്ടി വരുമ്പോൾ ഞാനിങ്ങനെ കമ്പ്യൂട്ടറിനോട് ചോദിച്ചു, ദാർ എന്ന പദം ഖുർആനിൽ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്?
ഇർഷാദ് എന്ന പദം ഖുർആനിൽ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? അത് കമ്പ്യൂട്ടറിനോട് ചോദിച്ചാൽ കമ്പ്യൂട്ടറിന്റെ ഇൻപുട്ടിംഗ് യൂണിറ്റിലേക്ക് കൊടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ടിംഗ് യൂണിറ്റിൽ അത് ഇങ്ങോട്ട് കിട്ടും, അല്ലേ? എന്നാൽ ഈ വിവരങ്ങളെല്ലാം വലിയ വിവരശേഖരങ്ങൾ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്യുന്നതിന് എത്ര ആവശ്യമുള്ളൂ? വളരെ കുറഞ്ഞ സ്ഥലം. അങ്ങനെയുള്ള കമ്പ്യൂട്ടറിന് സ്വീകരിക്കാൻ പറ്റാവുന്ന ഒരു പരിധിയും ഒരു പരിമിതിയും ഒന്ന്. ഒരു കമ്പ്യൂട്ടറിന് എല്ലാം കൂടി ശേഖരിച്ചു വെച്ചു നമ്മൾ. എത്രയാണ് കമ്പ്യൂട്ടറിന്റെ ആയുസ്? ഓ പ്രിയപ്പെട്ട സഹോദര, കമ്പ്യൂട്ടറോ ഹൈപ്പർ കമ്പ്യൂട്ടറോ ഏതൊക്കെ വന്നാലും യബ്ന ആദം അൻത അഅജബു മിമ്മാ അഅജബക്, ലോകത്ത് എന്തെല്ലാം നിന്നെ അത്ഭുതപ്പെടുത്തിയാലും അതിനേക്കാളെല്ലാം അത്ഭുതകരമായ സൃഷ്ടിപ്പ് മനുഷ്യ ശരീരമാണ്. ആ മനുഷ്യരായ നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് നിശ്ചയിച്ചപ്പോൾ ആ ഭൂമിയിലേക്ക് നിശ്ചയിച്ചിരിക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ ഈ സാമ്രാജ്യത്തിൽ 4 ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട്. 4 ശക്തികൾ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒന്ന്, നമ്മുടെ ശരീരത്തെ തെറ്റായ എല്ലാ വിഷയങ്ങളിലേക്കെല്ലാം നമ്മുടെ ശരീരത്തെ കൊണ്ടുപോകുന്ന ഒരു ശക്തിയാണ് ഒന്ന്, ഖുവ്വത്തു ശൈത്താനിയ, പിശാചിന്റെ ശക്തി. അതാണ് ശരീരത്തിൽ ഒന്ന്. രണ്ടാമത്തത് നമ്മുടെ ശരീരത്തിലുള്ള മറ്റൊരു ശക്തിയുണ്ട്. ആ ശക്തി ഏതാണ്? ഖുവ്വത്തു ശഹ്വാനിയ, നമ്മെ ഒരു തരം തീവ്രവാദിയാക്കുന്ന ശക്തി. മൂന്നാമത്തത് ഖുവ്വത്തു സബ്ഇയ, നമ്മെ ഒരു തരം ഭീകരവാദിയാക്കുന്ന സൃഷ്ടി, ഒരു ശക്തി. ഖുവ്വത്തു ശൈത്താനിയ പൈശാചിക ശക്തി, ഖുവ്വത്തു ശഹ്വാനിയ വൈകാരിക ശക്തി, ഖുവ്വത്തു സബ്ഇയ പിടിമൃഗത്തിന്റെ ഒരു മൃഗീയതയുടെ ശക്തി. ഈ 3 ശക്തികളും നമ്മുടെ ശരീരത്തിൽ അടിക്കടി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കാം. മാത്രമല്ല അവര് 3 കൂടി ഒരു മുന്നണിയാണ്. അങ്ങനെയാണ് എപ്പോഴും ബാത്തിൽ അഹിരികാരി എപ്പോഴും ഒരു മുന്നണിയായിരിക്കും. ചായ കുടിക്കുന്ന ആളുകൾ പരസ്പരം അത്ര ലോകം ഉണ്ടാവില്ല. കള്ള് കുടിക്കുന്ന ആളുകൾ ഭയങ്കര കമ്പനിയാണ്. ചായ കുടിക്കുന്ന ആൾ കുടിച്ചിട്ട് പകുതി മറ്റേ ആൾക്ക് കൊടുത്താൽ കുടിക്കാൻ ആളെയും കിട്ടൂല, കൊടുക്കൂല. കള്ള് കുടിക്കുന്ന ആള് വേഗം പകുതി മറ്റേ ആളെ സഹായിക്കും. ബീഡി വലിക്കുന്ന ആള് ബീഡി ഇല്ലെങ്കിൽ പകുതി വലിച്ചിട്ട് വേഗം മറ്റേ ആൾക്ക് കൊടുക്കും. ബീഡി വലിക്കുന്നവർ തമ്മിൽ വലിയ കമ്പനിയാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ പിശാചിന്റെ സ്വാധീനമുള്ള ശക്തികളെല്ലാം ഇപ്പൊ നിങ്ങൾ നോക്ക്, അഹ്ലുസുന്ന ലോകത്ത് നോക്കിയാൽ ലോക ജനകോടികളിൽ ഒരുപാട് മതങ്ങളുണ്ട്. ആ മതങ്ങളുടെ കൂട്ടത്തിൽ ഇസ്ലാം അത് സത്യസന്ധമായ മതമാണ്. അതുകൊണ്ട് ഇസ്ലാമിനോടുള്ള എതിർപ്പിൽ മറ്റെല്ലാവരും ഒന്നാണ്. ഇസ്ലാമിന്റെ വിശ്വാസത്തിൽ ഏറ്റവും അടിത്തറയുള്ളത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താണ്. അതുകൊണ്ട് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ എതിർക്കുക എന്നതിൽ എല്ലാവരും ഒന്നാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഒറിജിനൽ അത് താജുൽ ഉലമ നേതൃത്വം നൽകുന്നത്. അതുകൊണ്ട് അവരോട് എതിർപ്പുണ്ടാവുക എന്നത് എല്ലാവരും ഒരു കക്ഷിയാണ്. അപ്പൊ തന്നെ മനസ്സിലാക്കാം സത്യം ഏതാണ് എന്ന്. അപ്പൊ എപ്പോഴും ബാത്തിലുകൾ വേഗത്തിൽ ഒന്നിച്ചു ചേരും. ഖുവ്വത്തു ശഹ്വാനിയ, ഖുവ്വത്തു ശൈത്താനിയ, ഖുവ്വത്തു സബ്ഇയ, ഇവരൊരു മുക്കൂട്ട് കമ്പനിയാണ്. അതേ സമയത്ത് ഇതിനെല്ലാം നിയന്ത്രിച്ചും അതിനെല്ലാം ഒതുക്കിയും മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്ന ഒരു ശക്തിയുണ്ട്. അത് ഒരു പക്ഷേ ഖുവ്വത്തു റഹ്മാനിയ എന്നോ അതല്ലെങ്കിൽ ഖുവ്വത്തു റൂഹാനിയ എന്നോ അങ്ങനെ ഒരുപാട് പേരുകൾ. ഒരു ആത്മീയമായ ഖുവ്വത്ത്, ആത്മീയമായ ശക്തി. ആ ആത്മീയമായ ശക്തിയുടെ നിയന്ത്രണവും വളർച്ചയും നമ്മുടെ കയ്യിലുണ്ടോ എങ്കിൽ നമുക്ക് നമ്മെ സൃഷ്ടിച്ച ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. ആ ആത്മീയമായ ശക്തി നമ്മുടെ കയ്യിൽ ഇല്ലേ എങ്കിൽ അപ്പോൾ നമ്മൾ ഒരു പക്ഷേ ശൈത്താനിയായ പിടിപാടിൽ കൂടുതലാവും. അതല്ലെങ്കിൽ മൃഗീയമായ ആ സ്വഭാവത്തിലേക്ക് നമ്മൾ പോയിത്തീരും. അതല്ലെങ്കിൽ ഒരു തരം വൈകാരികമായ ഇടപെടലുകളിൽ നമ്മൾ പോകും. ഈ 3 ശക്തികളെയും നമുക്ക് നിയന്ത്രിച്ച് നിർത്തിക്കൊണ്ട് നമ്മുടെ ശരീരം, നിങ്ങൾ നോക്ക്, അഫ്ഗാനിസ്ഥാനിൽ എന്താണ് നടക്കുന്നത്? അഫ്ഗാനിസ്ഥാന്റെ മണ്ണിൽ തീവ്രവാദത്തിന്റെ വിളയാട്ട ഭൂമിയാണ്. അവിടെ സമാധാനത്തോടുകൂടെ ജീവിക്കാൻ ഒരാൾക്ക് പറ്റുന്നില്ല. പാകിസ്ഥാന്റെ മണ്ണിൽ വെടിയൊച്ചകളില്ലാത്ത ഒരു സമയമില്ല. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം
ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിൽ ഇന്നും കരണ്ടില്ലാത്ത സ്ഥലങ്ങൾ ഏറെ, വാർത്താവിനിമയ സൗകര്യങ്ങളില്ലാത്ത എത്രയോ ഇടങ്ങൾ, റോഡ് സൗകര്യങ്ങളില്ലാത്ത ഭൂമി ധാരാളം, കുടിവെള്ളമില്ലാത്ത സ്ഥലങ്ങൾ അതിലേറെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നും വെടിയൊച്ചയുടെ അതിശക്തമായ അവസ്ഥ നിലനിൽക്കുന്നു പാകിസ്ഥാന്റെ മണ്ണിൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ അങ്ങോട്ട് നോക്കിയാൽ പാകിസ്ഥാന്റെയും അഫ്ഗാനിസ്ഥാന്റെയും ഒക്കെ മണ്ണിൽ നടക്കുന്ന തീവ്രവാദത്തിന്റെ രീതി, ഞാനും ബഹുമാനപ്പെട്ട മാണി ഉസ്താദും ചേർന്ന് ഞങ്ങൾ ഒരു യാത്രാ സംഘം സിയാറത്തിന് പോയി. ഞങ്ങൾ സിയാറത്തിന് പോകുമ്പോൾ ബഗ്ദാദിലെത്തി. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം തങ്ങൾ അവിടെ, ഗൗസുൽ ആലം തങ്ങളെ മക്കാമ് നിൽക്കുന്നതിന്റെ പരിസരം സദ്ദാം ഹുസൈന്റെ ഭരണത്തെ തകർത്ത് ആ രാജ്യത്തിന്റെ ഏറ്റവും വലിയ എണ്ണ സമ്പത്ത് വിദേശത്തേക്ക് കടത്തിക്കൊണ്ടുപോകുന്നതിന് അമേരിക്ക നടത്തിയിരിക്കുന്ന കടന്നാക്രമണത്തിന്റെ അടയാളങ്ങൾ മുഹീദ്ദീൻ ശൈഖ് തങ്ങളുടെ സിയാറത്തിന്റെ ഭാഗത്ത് പോയാൽ നമുക്ക് കാണാൻ സാധിക്കും. മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ അവിടെ നിന്ന് റിഫായി ശൈഖ് തങ്ങളുടെ അടുക്കലേക്ക് റിഫായിയ നാട്ടിലേക്ക് പോകാൻ ശരിക്കും അവിടേക്ക് യാത്ര ചെയ്യാൻ ഒരു 4 മണിക്കൂർ മതി. പക്ഷേ 12 മണിക്കൂർ യാത്ര ചെയ്താലും ഇപ്പോൾ അവിടേക്ക് എത്താൻ കഴിയുന്നില്ല. എന്താണ്? റോഡുകൾ തകർന്നു കിടക്കുന്നത് കാണാം, റെയിൽവേ സ്റ്റേഷനുകളും ട്രെയിനുകളും കത്തിച്ചാമ്പലായി കൂമ്പാരമായി കിടക്കുന്നത് കാണാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ രാജ്യത്ത് സദ്ദാം ഹുസൈന്റെ കാലത്ത് ബഗ്ദാദിൽ നിന്ന് ഫലസ്തീനിലേക്ക് കെട്ടിയിരിക്കുന്ന റോഡ് 800 കിലോമീറ്റർ നമ്മുടെ നാട്ടിലെ റൺവേയെ നാണിപ്പിക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്, 30 വർഷമായിട്ട് ഒരു മെയിന്റനൻസ് വർക്ക് ചെയ്തിട്ടില്ലാത്ത അത്ര സുന്ദരമായി കെട്ടിയിരിക്കുന്ന റോഡാ. റോഡിൽ വിമാനം ഇറങ്ങിയാൽ ആ വിമാനത്തിന് ഇങ്ങനെ അങ്ങ് പോകാൻ പറ്റും, അത്ര വീതിയുള്ള റോഡാണ് ബഗ്ദാദിൽ നിന്ന് ഫലസ്തീനിലെ അൽ മംലക്കത്തുൽ ഹാഷിമിയുൽ ഉർദുനിയ, ജോർദാന്റെ തലസ്ഥാനമായ അമ്മാനിലേക്ക് ഉണ്ടാക്കിയിരിക്കുന്ന റോഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ആ റോഡുകളും പാലങ്ങളും വിമാനത്താവളങ്ങളും റെയിൽവേ സ്റ്റേഷനുകളും ഹോസ്പിറ്റലുകളും എല്ലാം തകർക്കപ്പെട്ട് ആ നാട്ടിലേക്ക് ചെന്നു നോക്കിയാൽ നമ്മെപ്പോലെ നല്ല വസ്ത്രം ധരിച്ചിരിക്കുന്ന ഒരാളെ കാണുമ്പോഴേക്ക് നാട്ടിലെ ആഭാരവൃദ്ധം ജനങ്ങൾ അവർ യാചനയുടെ കയ്യുമായിട്ട് നമ്മെ പൊതിയുകയാണ്. അവർ വരുന്നത് ഒരു വലിയ സംഖ്യ കിട്ടാനല്ല, അവർക്ക് ആവശ്യം ഒരു 1000 അവർക്ക് ആവശ്യം 10,000 അവർക്ക് ആവശ്യം അന്ന് ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ചെറിയ സഹായമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഖുവ്വത്തു ശഹ്വാനിയയും ഖുവ്വത്തു സബ്ഇയയും ഖുവ്വത്തു ശൈത്താനിയയും പൈശാചികമായ ഇത്തരം ശക്തികൾ നമ്മുടെ ശരീരത്തിൽ സ്വാധീനം ചെലുത്തുമ്പോൾ ആ ഭൂമിയിൽ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും ആക്രമണത്തിന്റെയും ഭിന്നിപ്പിന്റെയും വിഷവിത്തുകൾ പാകിയപ്പോൾ എന്താണ് ആ രാജ്യത്തെ അവസ്ഥ? ഇത് നമ്മുടെ ശരീരത്തിന് വരികയാണ്. നമ്മുടെ ശരീരത്തിൽ മൃഗീയ ശക്തി, നമ്മുടെ ശരീരത്തിൽ പൈശാചിക ശക്തി, നമ്മുടെ ശരീരത്തിൽ ഒരു തരം വൈകാരിക ശക്തി, ഇതെല്ലാം കൂടി ശരീരമാകുന്ന സാമ്രാജ്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ മനസ്സിനെ ഈ വലിയ വിശാലമായ മനസ്സിൽ നിന്ന് സ്നേഹം, ഐക്യം, വാത്സല്യം, മമത, സന്തോഷം, ബഹുമാനം, ആദരവ്, അനുസരണം, ഇബാദത്ത് അതെല്ലാം അങ്ങ് മാറ്റിക്കഴിഞ്ഞിട്ട് നമ്മളെ വിശാലമായ ഹൃദയത്തെ കുടുസാക്കി അക്രമം, അനീതി, അസൂയ, അഹന്ത, അഹങ്കാരം, അപ്പൊ പിന്നെ ഗീബത്ത്, നമീമത്ത്, പരദൂഷണം, കള്ളത്തരം ഇതെല്ലാം കൂടി നിറഞ്ഞു വരുമ്പോൾ നമ്മുടെ ശരീരം അഫ്ഗാനിസ്ഥാൻ പോലെയാവുകയാണ്. നമ്മുടെ ശരീരം യുദ്ധഭൂമിയാവുകയാണ്. ശരീരത്തെ യുദ്ധഭൂമിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഒരൊറ്റ ശക്തിയാണ് അള്ളാഹു തആല വെച്ചിട്ടുള്ളത്, ഖുവ്വത്തുർ റഹ്മാനിയ. ആ ഖുവ്വത്തുർ റഹ്മാനിയെ നമുക്ക് നൽകുകയായിരുന്നു താജുൽ ഉലമാ. ആ ഖുവ്വത്തുർ റഹ്മാനിയ നമ്മളിൽ ഊട്ടി ഉറപ്പിക്കുകയായിരുന്നു താജുൽ ഉലമാ. ആ ഖുവ്വത്തുർ റഹ്മാനിയ ബഹുമാനപ്പെട്ടവർ നല്ല പോലെ ഊട്ടി ഉറപ്പിച്ച് വളർത്തിയെടുത്തതാണ്. ബഹുമാനപ്പെട്ട മാണി ഉസ്താദ്, ബഹുമാനപ്പെട്ട ബേക്കൽ ഉസ്താദ്, ബഹുമാനപ്പെട്ട അബ്ബാസ് ഉസ്താദ് അത് നല്ല പോലെ ഊട്ടി ഉറപ്പിച്ചതാണ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ കൂടെ നിന്നുകൊണ്ട് അത് ഉറച്ചതാണ് സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്. അത് നല്ല പോലെ ഉറപ്പിച്ചതാണ് ബഹുമാനപ്പെട്ട ശൈഖുന എം.എ. ഉസ്താദ്. ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം എവിടെ നിൽക്കണം, ആരുടെ കൂടെ നിൽക്കണം, ഏത് പ്രസ്ഥാനത്തിൽ നിൽക്കണം എന്നതിനെ കുറിച്ച് നാം ചിന്തിക്കണം. നമ്മുടെ ശരീരത്തെ നാം ഒരിക്കലും യുദ്ധഭൂമിയാക്കാൻ നിൽക്കണ്ട. നമ്മുടെ മനസ്സിനെ നാം യുദ്ധക്കളമാക്കണ്ട.
ഹൃദയത്തിൽ വിദ്വേഷമുണ്ടാകുമ്പോൾ, ഹൃദയത്തിൽ വിധ്വംസക പ്രവർത്തനമുണ്ടാകുമ്പോൾ, ഹൃദയത്തിൽ അക്രമവാസന ഉണ്ടാകുമ്പോൾ, ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഒരു സാധാരണ പക്ഷിയാണ് കോഴി. കോഴി അറിയാലോ. കോഴി കുഞ്ഞുങ്ങൾ വിരിഞ്ഞു. അപ്പൊ കോഴിയുടെ കൂടെ കോഴിയമ്മയും കുഞ്ഞുങ്ങളും ഇങ്ങനെ പോവാണ്. എങ്ങനെയാ പോകുന്നത്? കോഴിയമ്മക്ക് ഒരു സൗണ്ട്, ഒരു ദിക്കർ, കൊക്കൊക്കോ കൊക്കൊക്കോ. ഇവിടെ എങ്ങനെ? കർണാടകത്തിലും അങ്ങനെ തന്നെയല്ലേ? ഇവിടെ മംഗലാപുരത്തേക്ക് വന്നാൽ പല ഭാഷയും കേൾക്കാം. നമ്മളെ കേരളത്തിൽ ഒന്ന് മലയാളം മാത്രമേ കേൾക്കുള്ളൂ. ഇവിടെ കോഴി എങ്ങനെ? അങ്ങനല്ലേ? അപ്പൊ വേറൊരു സംഗതിയുണ്ട്. കോഴി, കാക്ക അങ്ങനെയുള്ള ജീവജാലങ്ങൾക്കൊന്നും ഭാഷയ്ക്ക് മാറ്റമില്ല. അവരെ കൂടുണ്ടാക്കുന്നതിന് മാറ്റമില്ല, അവരെ ഭക്ഷണ രീതിക്ക് മാറ്റമില്ല. അവരെല്ലാവരും ഒരുപോലെയാണ്. അപ്പൊ കോഴി ഇങ്ങനെ കൊക്കോ കൊക്കോ. അവരെ കൂടെ നിന്നിട്ട് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ എന്ത്? പിപ്പി പിപ്പി. വേൾഡ് ഭാഷയായ ഇംഗ്ലീഷിലെ ഒരക്ഷരം മാത്രമേ കോഴിക്കുഞ്ഞുങ്ങൾക്ക് അറിയുള്ളൂ. പിപ്പി പിപ്പി അല്ലേ? നമ്മളെ ഇസ്മായിൽ ഹാജി പണ്ട് നമ്മളെ ഗാന്ധി മൈതാനത്ത് വലിയ ഒരു സമ്മേളനം 25 വർഷം മുമ്പ് നടന്നപ്പോൾ നമ്മൾ നെക്കിലാടി ഇസ്മായിൽ ഹാജി സ്വാഗതം പറഞ്ഞു. ഏത് ഭാഷയില്? ഏത് ഭാഷയിൽ? നെക്ക്. അങ്ങനെ പറയും. നമ്മൾ പഠിച്ചതല്ലേ അറിയുള്ളൂ. നെഹ്റു മൈതാനിയിൽ. ഞാനെന്ന് അദ്ദേഹത്തിന്റെ സ്വാഗത പ്രസംഗം ഇങ്ങനെ കേട്ടിട്ട് നല്ല രസമായിട്ട്, ഭാഷ അറിയില്ലെങ്കിൽ പറയുന്നത് ഇങ്ങനെ നല്ല രസമുണ്ട്. അപ്പൊ ഇരിക്കട്ടെ, ഇസ്മായിൽ ഹാജി നമ്മളെ സജീവ ആള്, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അപ്പോ ഇരിക്കട്ടെ, ഞാൻ ഓർമ്മപ്പെടുത്തിയത് വിവിധ ഭാഷകൾ. എന്നാൽ കോഴിക്കൾ ഇങ്ങനെ കോഴി കൊക്കോ കൊക്കോ. അപ്പൊ ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ പിപ്പി പിപ്പി. ഇവരിങ്ങനെ ശാന്തമായിട്ട് പോകുമ്പോ കോഴിക്കുഞ്ഞും ഈ ഉമ്മയും ഈ അമ്മയും കോഴിക്കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ പോകുമ്പോ ഇവരെ ഒന്ന് തീവ്രവാദികളാക്കാൻ ഒരു പക്ഷി ഇങ്ങനെ പറന്നു വരും, ഒരു ജോർജ് ബുഷ്. അതിന് എന്റെ നാട്ടില് പരുന്ത് എന്നാ പറയാ. ഇവിടെ എന്താ പറയാ സാർ? ഗിടി. ഗിടി. നിങ്ങൾക്ക് ആളെ മനസ്സിലായില്ല എന്നാ മതി, ഗിടി. അപ്പോ ഈ ഗിടി ഇങ്ങനെ വന്നിട്ട് എന്താ ചെയ്യുന്നത്? ഈ കോഴിയെ ഒന്ന് ഇളക്കാണ്. കോഴിയെ ഒന്ന് വികാരമാക്കാൻ അതിനൊരു സൗണ്ട് ഉണ്ട്. അപ്പൊ ഈ ഗിടിയുടെ, ഈ പരുന്തിന്റെ ഈ സൗണ്ട് കേൾക്കുമ്പോൾ 2 തരത്തിലാണ് കോഴി. ഒന്ന് അഹ്ലു സുന്നത്ത് വൽ ജമാഅ, മറ്റത് സുന്നത്ത് ജമാഅത്തെ പഠിക്കാത്തത്. 2 തരത്തിലാ കോഴി. അപ്പോ ഈ കോഴി ഈ ശത്രുവായിട്ട് വരുന്ന ഗിടിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ ചില കോഴികൾ എന്ത് ചെയ്യും? തീവ്രവാദിയായ കോഴി ആ സൗണ്ട് കേൾക്കുമ്പോഴേക്ക് മൂപ്പര് ഇളകി. ആരാ എന്റെ മക്കളെ പിടിക്കാൻ വേണ്ടി വരുന്നത്? ഉടനെ തന്നെ ആ കോഴി നോക്കുമ്പോൾ മറ്റേ ആളിങ്ങനെ പറന്നു വരിക. ആ പറന്നു വരുന്ന ആളെ ബാക്കിൽ വേറെ 2 ആള് പറന്നു വരുന്നുണ്ട്. അതൊന്നും ഈ കോഴി കാണുന്നില്ല. കോഴി തീവ്രവാദത്തിൽ കുവ്വത്തു ഷഹ്വാനിയിൽ പെട്ട് നിൽക്കുക. അപ്പോ ഉടനെ ഈ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് ആ ശത്രുവിന്റെ അടുത്തേക്ക് അങ്ങോട്ട് പറന്നു. അവര് 2 പേരും തമ്മിൽ നടക്കുന്ന ഒരു തീവ്രവാദം, ഒരു യുദ്ധം, ഒരു കോലാഹലം ഘോരമായിട്ട് നടക്കുക. അപ്പൊ ബാക്കിൽ വന്ന 2 ഗഡിയുണ്ട് വേറെ. അവർ 2 പേരും വന്നിട്ട് ഈ ചെറിയ 10 മക്കളുണ്ടല്ലോ, ആ 10 മക്കളെ കൊന്ന് റെഡിയാക്കി 4 ഇയാൾ കൊണ്ടുപോയി, 3 ഇയാൾ കൊണ്ടുപോയി, 2 അവിടെ ചോരയിൽ കളി കളിച്ച് കിടക്കുന്നുണ്ട്. ഒരാളെ കാണുന്നുമില്ല. യുദ്ധമൊക്കെ കഴിഞ്ഞ് കോഴിയമ്മ തിരിച്ചു വരുമ്പോൾ ഇവിടെ എന്താണ് ബാക്കി? ഞാൻ എന്റെ സുഹൃത്തുക്കളോട് ചോദിക്കുന്നത്, നിങ്ങൾ ഈ കോഴിയമ്മയുടെ റൂട്ടിൽ പോകുന്നോ? മറിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅ, താജുൽ ഉലമയുടെ നേതൃത്വത്തിൽ വളർന്ന, ആ ശിക്ഷണം കിട്ടിയിരിക്കുന്ന അല്ലാഹു റബ്ബി അഹ്ലുസുന്ന വൽ ജമാഅയുടെ കോഴി, ആ കോഴിയമ്മയും മക്കളും ഇങ്ങനെ പോവാ, കൊക്കൊക്കോ പിപ്പി കൊക്കൊക്കോ പിപ്പി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവാ. അപ്പൊ ആ മൗലായും ജവാബും ചൊല്ലിയിട്ട് ഇങ്ങനെ പോകുമ്പോഴേ എന്താ വരുന്നത്? അപ്പോഴും വന്നു ശത്രുവിന്റെ ആ സൗണ്ട് കേൾക്കേണ്ട താമസം. ശത്രുവിന്റെ ആ സൗണ്ട് കേട്ടപ്പോൾ ഉടനെ ഈ അഹ്ലുസുന്ന വൽ ജമാഅയുടെ കോഴിയമ്മ എന്താ ചെയ്തത്? കോഴിയമ്മയുടെ കൊക്കൊക്കോ എന്നുള്ള സൗണ്ട് മാറ്റിയിട്ട് ഒരു ആംബുലൻസിന്റെ സൗണ്ട്. ആ സൗണ്ട് വന്നതോടുകൂടെ ദൂരെ നിൽക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളെല്ലാം ഓടി കോഴിയമ്മയുടെ അടുത്ത് വന്നു. അപ്പൊ കോഴിയമ്മ എന്ത് ചെയ്തു? ആ ജറക് ഇങ്ങനെ വിരിച്ചിട്ട് എല്ലാം ഇതിന്റെ ഉള്ളില് അഊദു, ഞാൻ കാവലിനെ തേടുന്നു,
അഊദു, ഞാൻ അഭയം തേടുന്നു. എല്ലാ കുഞ്ഞുങ്ങളെല്ലാം കോയി അമ്മന്റെ ചിറകിന്റെ ഉള്ളിൽ, ശത്രുക്കൾ ഇങ്ങനെ പറന്ന് വട്ടമിട്ട് പറന്നിട്ട് അവര് പോവല്ലാതെ ഒരു കുഞ്ഞിനെയും ഇതിൽ നിന്ന് എടുക്കാൻ കിട്ടൂല. അതാണ് AP സുന്നി എന്ന് പറഞ്ഞത്, അഹ്ലുസ് സുന്ന വൽ ജമാഅ. ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയുന്നത്, മക്കളെ, നമുക്കും വികാരമുണ്ട്, നമുക്കും എടുത്തു ചാടാൻ സാധിക്കും, നമുക്കും കല്ലെറിയാൻ സാധിക്കും, നമുക്കും കൂക്കി വിളിക്കാൻ സാധിക്കും, നമുക്കും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സാധിക്കും, നമുക്കും മുടക്കാൻ സാധിക്കും, നമുക്കും ഇടിക്കാൻ സാധിക്കും, നമുക്കും അടിക്കാൻ സാധിക്കും. പക്ഷേ താജുൽ ഉലമയാണ് നമ്മുടെ ഗുരു, നൂറുൽ ഉലമയാണ് നമ്മുടെ ഗുരു, സുൽത്താനുൽ ഉലമയാണ് നമ്മുടെ ഗുരു. അവർക്കുള്ള ഗുരു ആരാണ്? ബഹുമാനപ്പെട്ട താജുൽ ഉലമ മുതൽ ഇലാ ഹദറത്ത് റസൂലില്ലാഹി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് മുട്ടുന്ന ഒരു പരമ്പരയുണ്ട്. ആ പരമ്പരയിലെ മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് അരുത് 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 അരുത്, നാം അങ്ങനെ ആക്രമിക്കേണ്ടവരല്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിലേക്ക് ഉരുളൻ കല്ല് വന്നു വീണു. ഏറ് കിട്ടിയിട്ട് റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ മുറിപ്പാട് വന്നു. ആ മുറിപ്പാടിന് രക്തമൊഴുകി. ആ സമയത്ത് സയ്യിദുനാ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ചോദിക്കുന്നു, പുന്നാര നബിയേ യാ റസൂലല്ലാഹ്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിക ദഅവത്തിന്റെ ആദ്യത്തെ 10 വർഷം, ആ 10 വർഷക്കാലം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ദഅവത്തിന്റെ പ്രവർത്തനം നടത്തുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബിനുണ്ടായ ദുരനുഭവം എന്തെല്ലാം കഷ്ടപ്പാടുകളും വിഷമങ്ങളും യാതനകളും വേദനകളും പ്രയാസങ്ങളും പ്രലോഭനങ്ങളും പ്രകോപനങ്ങളും പ്രതിഷേധങ്ങളും എന്തെല്ലാമാണ് ഉണ്ടായത്. യാ റബ്ബ് യാ റബ്ബ്, തബ്ബത് യദാ അബൂലഹബ് തബ്ബത് യദാ അബീലഹബ്. അല്ലേ, അബൂലഹബ് എന്ന് പറഞ്ഞ ആളുടെ രീതി എന്തായിരുന്നു? ഹബീബായ റസൂലുള്ളാഹ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്ഥലത്ത് ചെന്ന് 10 ആളുകളെ സംഘടിപ്പിച്ച്, ആ 10 ആളുകളോട് അല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്, അല്ലാഹു ഖാലിഖുന, അല്ലാഹു റാസിഖുന, അല്ലാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത്, അവനാണ് ഭക്ഷണം തരുന്നത്, അവനാണ് വായു നൽകുന്നത്, അല്ലാഹുവിനെ വിശ്വസിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതൊക്കെ റസൂലുള്ളാഹി തങ്ങൾ ആ ജനങ്ങളോട് പറഞ്ഞു കൊടുത്തു. മുത്തുനബിയുടെ സംസാരം അവസാനിക്കുന്നതോടുകൂടെ അവിടെ ആരെത്തി? അബൂലഹബ് എത്തി. ഈ പറഞ്ഞതെല്ലാം കള്ളത്തരമാണ്, അള്ളാഹ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരാളില്ല. ഉടനെ അവിടെ അതിന്റെ ബാക്കിൽ പോയി ആര്? അതിന്റെ നേരെ പുറകിൽ ആര് ചെന്നു? അബൂലഹബ് ചെന്നു. നബി തങ്ങൾ തിരിഞ്ഞു നിന്നിട്ട് അബൂലഹബിന് മറുപടി പറഞ്ഞിട്ടില്ല. നബി തങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോയി. അവിടെ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, അല്ലാഹു ഖാലിഖുന, അല്ലാഹു റാസിഖുന, അല്ലാഹുവാണ് നമ്മുടെ സൃഷ്ടാവ്, അല്ലാഹുവിനാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അവിടെ റസൂലുള്ളാഹിന്റെ ഉത്ബോധനം കഴിഞ്ഞപാട് അവിടെ മറുപടിയായിട്ട് ആര് വന്നു? അബൂലഹബ് വന്നു. അബൂലഹബിനെ തിരിഞ്ഞു നോക്കിയിട്ട് നബി തങ്ങൾ ഒരിക്കലും പോയിട്ടില്ല. എന്തുകൊണ്ട്? നബി തങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്, ഞാനൊരു ലക്ഷ്യത്തിൽ സഞ്ചരിക്കാൻ, ഞാൻ സത്യത്തിൽ സഞ്ചരിക്കാൻ, ഞാൻ സമാധാനത്തിൽ സഞ്ചരിക്കാൻ. സമാധാനത്തിന് വിജയം സാവധാനം കിട്ടും, കിട്ടുമ്പോൾ ശാശ്വതമായിരിക്കും, കിട്ടുമ്പോൾ ശാശ്വതമായിരിക്കും. അപ്പൊ നബി തങ്ങൾ ഇതിന് മറുപടി പറയാനല്ല പോയത്. പിന്നെയോ, മറുപടിക്ക് വേണ്ടി പുറകിൽ നടക്കുന്നവർ നമ്മുടെ അജണ്ടക്ക് മാറ്റം വരുത്തും. നമുക്കൊരു അജണ്ടയുണ്ട്, സത്യപ്രസ്ഥാനവുമായി മുന്നോട്ട് പോകാം. ആ സത്യപ്രസ്ഥാനവുമായി മുന്നോട്ട് പോകുമ്പോൾ നമ്മെ വഴി തെറ്റിച്ച് സത്യത്തെ വഴിയിൽ മുടക്കി നിർത്തി അസത്യത്തിന് മറുപടി പറയാനുള്ള അത് പല്ലിയുടെ ഒരു സ്വഭാവം. പല്ലിനെ അറിയോ? പല്ലിയുടെ കൂടെ ആരെങ്കിലും കൂടിയാൽ പല്ലി എന്ത് ചെയ്യും? പെട്ടെന്ന് അതിന്റെ വാല് മുറിച്ചിട്ട് കിട്ടങ്ങനെ പടക്കും. പല്ലി അതിന്റെ റൂട്ടിന് പോകും. കണ്ടോ നിങ്ങൾ? നമ്മളെപ്പോഴും ഓർക്കണം, നമുക്കൊരു സത്യപ്രസ്ഥാനമുണ്ട്. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ആദം, ശൈഖുൽ അംബിയാ നൂഹ് അലൈഹിസ്സലാം, റബ്ബി ഇന്നി ദഅവ്തു ഖൗമി ലൈലൻ വനഹാറ ഫലം യസിദ്ഹും ദുആഇ ഇല്ലാ ഫിറാറാ. അല്ലാഹുവേ, രാപ്പകലില്ലാതെ ഞാൻ ജനങ്ങളിൽ ഇറങ്ങി ഉത്ബോധനം നടത്തി, അവർക്ക് യാതൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. റബ്ബി ഇന്നി ദഅവ്തു ഖൗമി, കണ്ടോ, ഞാൻ എന്റെ ഖൗമികളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു, ലൈലൻ വനഹാറ. കണ്ടോ, വിശുദ്ധ ഖുർആൻ പിന്നെ പറയുന്നുണ്ട്, വഅലൻതു ലഹും ഇസ്റാറ. കണ്ടോ,
അള്ളാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഞാൻ അവരെ പരസ്യമായി ക്ഷണിച്ചു, അവരെ രഹസ്യമായി ക്ഷണിച്ചു. അവിടെ തഫ്സീറിൽ കാണാം, അത്തഈതു ഇലാ മനാസിലിഹിം, ഓരോ കുടുംബത്തിനെയും വീട്ടിലേക്ക് കയറിയിട്ട് ഞാൻ അവരെ ക്ഷണിച്ചു. ക്ഷണിക്കുക. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം ഏതാണ്? ആളുകളിലേക്ക് സത്യം ഉത്ബോധനം ചെയ്യാം. കേൾക്കുന്നവർ കേൾക്കും, അനുസരിക്കുന്നവർ അനുസരിക്കും. ഏതുപോലെ രാവിലെ സുബഹി ബാങ്ക് എത്ര മണിക്ക്? എന്റെ നാട്ടിൽ 5:32. ഇവിടെ എത്ര? 5:32 കറക്റ്റ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ബാങ്ക് വിളിക്കണം. ആർക്ക് വേണ്ടിയാണ് ബാങ്ക്? ആ മഹല്ലത്തിലെ മുഴുവൻ ജനങ്ങൾക്കും. 1000 ആളെ വിളിച്ചിട്ട് എത്ര ആള് വന്ന്? ളുഹറിന്റെ ബാങ്ക് വേണ്ട, ളുഹറിന്റെ ബാങ്ക് വിളിക്കണം. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് ബാങ്ക് വിളിക്ക, നിസ്കാരത്തിന് സമയം അറിയിക്ക. ഭാഗ്യമുള്ളവരൊക്കെ വരും. ളുഹറിന്റെ ബാങ്ക് കൊടുത്തപ്പോ ഈ 20 ഇല്ല, 10 പോയി. ഒരു 500 ആള് പള്ളി നിറയെ. ആ ആവേശത്തിൽ ഉഷാർ കിട്ടിയപ്പോ ഇശാന്റെ ബാങ്ക് 10 മിനിറ്റ് മുമ്പ് വിളിക്കാൻ പറ്റുമോ? ഈ ഉഷാറില് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന പണി കൃത്യമായിട്ട് എടുക്കുക. ആരും നിസ്കരിക്കാൻ വന്നില്ലെങ്കിലും ബാങ്കിന്റെ കൂലി കുറയില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മാണി ദാറുൽ ഇർഷാദിന് വേണ്ടി എന്ന് പറഞ്ഞാൽ അഹ്ലുസുന്ന വൽ ജമാഅക്ക് വേണ്ടി, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് വേണ്ടി നാം നോട്ടീസ് ഒട്ടിക്കുക, നാം പോസ്റ്റർ ഒട്ടിക്കുക, നാം ബാനർ ഒട്ടിക്കുക. അഹ്ലുസുന്ന വൽ ജമാഅത്തിന് വേണ്ടി നാം പ്രവർത്തിക്കുക. നമ്മുടെ പ്രവർത്തനത്തിന് അള്ളാഹുവാണ് പ്രതിഫലം തരുന്നവൻ, അള്ളാഹുവാണ് അത് സ്വീകരിക്കുന്നവൻ. ബഹുമാനപ്പെട്ട താജുൽ ഉലമാ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സയ്യിദ് മദനി തങ്ങളടുക്കൽ, സയ്യിദ് മദനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാനവറുകളുടെ ഓരത്ത് ചാരത്ത് അവിടെ വന്ന് വിശ്രമിച്ചു. അവിടെ വന്ന് വിശ്രമിക്കുമ്പോൾ ബഹുമാനപ്പെട്ട താജുൽ ഉലമാ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന വിനയം, അവിടുത്തെ താഴ്മ നമ്മളെല്ലാവരും കണ്ടതല്ലേ? ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങളെ നാട്ടിൽ നിന്നൊക്കെ എത്രയോ ആളുകൾ താജുൽ ഉലമയെ കാണുന്നതിന് വേണ്ടി ഇവിടെ വന്നാൽ ബഹുമാനപ്പെട്ട ഉപ്പാപ്പ ഇരിക്കുന്ന റൂമിലേക്ക് അങ്ങ് ചെല്ലുന്നതോടുകൂടെ ആളുകൾ അത്ഭുതപ്പെടുകയാണ്. യാ റബ്ബ്, യാ റബ്ബ്. കർണാടകത്തിലും കേരളത്തിലും എന്ന് വേണ്ട, മക്കത്തുൽ മുക്കറമയിലെ പണ്ഡിത തറവാടായ ബഹുമാനപ്പെട്ട മാലിക്കി തറവാട്ടിലെ സയ്യിദ് അലവി മാലിക്കി, അഹമ്മദ് മാലിക്കി തങ്ങളും അബ്ബാസ് മാലിക്കി തങ്ങളും ഒക്കെ അടക്കമുള്ള മഹാരഥന്മാർ ആദരിക്കുന്ന മഹാൻ, ലോക മുസ്ലിം പണ്ഡിത ശ്രേഷ്ഠരുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന കുവൈത്തിലെ ഹാഷിം റിഫായി ബഹുമാനപ്പെട്ടവരെ ആദരിക്കുന്ന മഹാൻ, ദുബായ് ഔക്കാഫിന്റെ ഡയറക്ടർ ഷെയ്ഖ് ഈസാ അൽമാന് ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന മഹാൻ, അങ്ങനെ ലോക രാഷ്ട്രങ്ങളിലെ പണ്ഡിതന്മാർ ഏറെ ബഹുമാനത്തോടു കൂടി കാണുന്ന ഖാദിരിയ്യ ത്വരീഖത്ത്, റിഫാഇയ്യ ത്വരീഖത്ത്, നക്ഷബന്ദി ത്വരീഖത്ത്, ത്വരീഖത്ത്, ശത്താരിയ ത്വരീഖത്ത്, കലന്തരിയ ത്വരീഖത്ത്, 18 ത്വരീഖത്തിന്റെ മുറബ്ബിയായ ഷെയ്ഖായ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ആ ഉപ്പാപ്പയുടെ റൂമിലേക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു ചെറിയ റൂം, ആ റൂമിന്റെ ഒരു ഭാഗത്ത് ചെറിയൊരു കട്ടിലുണ്ട്. പക്ഷേ താജുൽ ഉലമ ഇരിക്കുന്നത് എവിടെയാണ്? സാദാ നിലത്ത്, സാദാ ഭൂമിയിൽ ഒരു സാദാ പായ വിരിച്ചിട്ട്, ചെറിയ ഒരു കോസടിയും വിരിച്ചിട്ട് ബഹുമാനപ്പെട്ട ഉപ്പാപ്പ ഇരിക്കുന്നത് കാണുമ്പോൾ ആ ഇരുത്തം കണ്ട സമയത്ത് ഹബീബ് റസൂലുള്ളാഹി, നമുക്ക് മുത്തുനബിയെ ഓർമ്മ വന്നില്ലയോ സഹോദരങ്ങളെ? ഉപ്പാപ്പ ഇങ്ങനെ ഒരു കള്ളിമുണ്ടും എടുത്തിട്ട് ഒരു തോർത്തുമുണ്ട് ഇങ്ങനെ ശരീരത്തിലിട്ടിട്ട് ബഹുമാനപ്പെട്ടവർ ഇരിക്കുകയാണ്. അല്ലാ അല്ലാ, ഞാൻ രാത്രി 2 സമയത്ത് മഗ്രിബ് സമയത്ത് കണ്ടിട്ടുണ്ട്, സുബഹി സമയത്ത് കണ്ടിട്ടുണ്ട്, ഉച്ച സമയത്ത് കണ്ടിട്ടുണ്ട്. എപ്പോഴും ദർസിലല്ലെങ്കിൽ പിന്നെ ഉപ്പാപ്പ റൂമിലിരിക്കുന്നത് എങ്ങനെയാണ്? സാദാ ഈ നിലത്ത്. ഉപ്പാപ്പക്ക് നേതൃത്വം നൽകുന്ന ആ സയ്യിദ് മദനി തങ്ങളുടെ അടുത്തിരിക്കുമ്പോൾ അവിടത്തുള്ള ബഹുമാനാർത്ഥം കണ്ടോ? ആ മഹാനവർകൾ എത്ര താഴ്മയിലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഉപ്പാപ്പ പറഞ്ഞു, ഞാൻ കിടന്നുറങ്ങാറില്ല, ഞാൻ ഉറങ്ങിക്കിടക്കാറാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? എന്താണ്? ഉറങ്ങാനായിട്ട് പോയിട്ട് കിടന്നിട്ട് നമ്മളുണ്ടല്ലോ, ഇങ്ങോട്ട് കിടന്നു ഉറക്കം വരുന്നില്ല, ഇങ്ങോട്ട് കിടന്നു അങ്ങോട്ട് ഉറക്കം വരുന്നില്ല, ഇങ്ങോട്ട് കിടന്നു, ഇങ്ങനെ ഉറങ്ങാൻ വേണ്ടിയിട്ട് കിടക്ക്. ഉപ്പാപ്പ അതല്ല, ഉപ്പാപ്പ അങ്ങനെ കിതാബ് നോക്കി അങ്ങനെ കിടക്കുമ്പോ എപ്പോഴോ ഉറങ്ങിപ്പോയി, ലിക്ർ ചൊല്ലിയിട്ട് അങ്ങനെ കിടക്കുമ്പോ എപ്പോഴോ ഉറങ്ങി